ഒരുപക്ഷെ ടെലിഗ്രാം നിരോധിച്ചു എന്ന വാർത്ത കേട്ടുകാണും. ഇനിയിപ്പോ സാമ്പത്തിക തട്ടിപ്പുകൾ കുറയുമല്ലോ എന്ന് കരുതി നമ്മളിൽ പലരും ഇതിനെ സ്വാഗതം ചെയ്തിട്ടുമുണ്ടാകും. എന്നാൽ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ സാങ്കേതിക വശങ്ങളിലേക്ക് ആഴത്തിൽ നോക്കിയാൽ ചിത്രം പൂർണ്ണമായി മാറും. ലൈവ് മിന്റിന്റെ റിപ്പോർട്ട് പ്രകാരം വരാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയുടെ പശ്ചാത്തലത്തിൽ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ വേണ്ടിയാണ് ജൂൺ 22 വരെ സർക്കാർ ഈ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷ മുൻനിർത്തിയുള്ള ഒരു അടിയന്തര നടപടിയായി നമുക്കിതിനെ കാണാമെങ്കിലും പെട്ടെന്നെടുത്ത ഈ ഒരൊറ്റ തീരുമാനം ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ആളുകളുടെ നിത്യജീവിതത്തെയും ബിസിനസിനെയുമാണ് നേരിട്ട് ബാധിക്കുന്നത്. ഇത് നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണയായി മാധ്യമങ്ങളിൽ കാണുന്ന ഒരു സാധാരണ വാർത്തയല്ല ഇത്. ഒരു ഡിജിറ്റൽ ആപ്പ് രാജ്യവ്യാപകമായി താൽക്കാലികമായി നിരോധിക്കുമ്പോൾ അതിന് പിന്നിൽ വലിയൊരു സുരക്ഷാ പ്രശ്നമുണ്ടെന്ന് വ്യക്തമാണ്. പരീക്ഷാ ക്രമക്കേടുകൾ തടയാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് മേൽ കർശനമായ നിയന്ത്രണം കൊണ്ടുവരികയാണ് അധികാരികൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ നിരോധനം കേവലം ഒരു പരീക്ഷാ സുരക്ഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇതിന്റെ യഥാർത്ഥ ആഘാതം ചെന്നെത്തുന്നത് നമ്മുടെ സാമ്പത്തിക വിപണിയിലേക്കാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം വലിയൊരു സാമ്പത്തിക ശൃംഖല ഈ പ്ലാറ്റ്ഫോമിന് പിന്നിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പരീക്ഷാ പേപ്പറുകൾ കൈമാറാൻ ഉപയോഗിക്കുന്ന അതേ സാങ്കേതിക വിദ്യ തന്നെയാണ് വിപണിയിലെ വിനിമയങ്ങൾക്കും ഉപയോഗിക്കുന്നത്. വിപണിയിലെ സജീവ ട്രേഡർമാരും ഇൻവെസ്റ്റർമാരും വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഒരു പ്രധാന കമ്മ്യൂണിക്കേഷൻ ടൂളാണ് ടെലിഗ്രാം. പല പുതിയ സ്റ്റാർട്ടപ്പുകളുടെയും പ്രധാന പ്രവർത്തന ചാനലാണിത്. വലിയ ഗ്രൂപ്പുകളിലൂടെയും ചാനലുകളിലൂടെയും വിപണി വിവരങ്ങൾ തത്സമയം പങ്കുവയ്ക്കാൻ ഇതിലും വേഗതയേറിയ മറ്റൊരു സംവിധാനം നിലവിൽ ട്രേഡർമാർക്ക് മുന്നിലില്ല. എന്നാൽ ഈ ഒരാഴ്ചത്തെ പൂർണ്ണ നിരോധനം ഇവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ പൂർണ്ണമായി നിശ്ചലമാക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് സാമ്പത്തിക തട്ടിപ്പുകാർ ടെലിഗ്രാം എന്ന ആപ്പ് ഇത്രയും അധികം തങ്ങളുടെ തട്ടിപ്പുകളായി ഉപയോഗിക്കുന്നത്? ഇതിന് പിന്നിൽ സാങ്കേതികപരമായ ചില വ്യക്തമായ വശങ്ങളുണ്ട്. ഒന്നാമതായി ഇതിലെ അത്യപൂർവമായ അജ്ഞാതത്വം തന്നെയാണ്. സ്വന്തം ഫോൺ നമ്പർ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താതെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അടങ്ങുന്ന വലിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ഇതിൽ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഒരൊറ്റ ചാനൽ 2 ലക്ഷം മെമ്പർമാരെ വരെ ഉൾപ്പെടുത്താൻ കഴിയുമെന്നത് തട്ടിപ്പുകാർക്ക് വലിയൊരു അവസരമാണ് നൽകുന്നത്. സാധാരണക്കാരായ ആളുകളെ ആകർഷിക്കാൻ പൊട്ടൻഷ്യൽ ഔട്ട്കം എന്ന രീതിയിൽ വലിയ ലാഭം വാഗ്ദാനം ചെയ്താണ് ഇവർ വലവിരിക്കുന്നത്. നമ്മൾ കളി തോൽക്കുന്നത് ഇവിടെയാണ്. ആളുകൾക്ക് എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള ആഗ്രഹത്തെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. വ്യാജ സ്റ്റോക്ക് ടിപ്പുകൾ നൽകുക, ഇൻസൈഡർ വിവരങ്ങൾ എന്ന വ്യാജേന ആളുകളെ വിശ്വസിപ്പിക്കുക, പമ്പൻ ഡം തന്ത്രങ്ങൾ മെനയുക എന്നിവയെല്ലാം ഇത്തരം അജ്ഞാത ഗ്രൂപ്പുകളിലാണ് പ്രധാനമായും അരങ്ങേറുന്നത്. സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ലാത്തവർ പോലും വലിയ നിക്ഷേപ വിദഗ്ധരായി ചമഞ്ഞ് സാധാരണക്കാരുടെ പണം തട്ടിയെടുക്കുന്നുണ്ട്. വിവിധ തരം ക്രിപ്റ്റോ തട്ടിപ്പുകളും വ്യാജ നിക്ഷേപ സ്കീമുകളുടെ ലിങ്കുകളും അതിവേഗം പ്രചരിക്കുന്നതും ഇതേ ചാനലുകൾ വഴിയാണ്. ഒരു സാധാരണ മലയാളി തന്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഇത്തരം വ്യാജ ഗ്രൂപ്പുകളിലെ ആകർഷകമായ വാഗ്ദാനങ്ങൾ കണ്ട് വിശ്വസിച്ച് കൈമാറുമ്പോൾ വലിയ സാമ്പത്തിക ചതിക്കുഴികളിലാണ് ചെന്നുപെടുന്നത്. എല്ലാം മാറുമെന്ന് വിശ്വസിപ്പിക്കുന്ന ഇത്തരം കെണികളെ കുറിച്ച് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഡിജിറ്റൽ യുഗത്തിൽ തട്ടിപ്പുകൾ എത്രത്തോളം ആസൂത്രിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഇതിന്റെ മറുപുറം കൂടി കാണേണ്ടതുണ്ട്. ടെലിഗ്രാമിന് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ട് എന്നത് തള്ളിക്കളയാൻ കഴിയില്ല. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിദ്യാർത്ഥികളും അധ്യാപകരും വലിയ രീതിയിൽ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. വലിയ ഫയലുകൾ എളുപ്പത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ കൈമാറാൻ സാധിക്കുന്നത് കൊണ്ട് പല ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങളും തങ്ങളുടെ ഔദ്യോഗിക കമ്മ്യൂണിക്കേഷന് ടെലിഗ്രാമിനെയാണ് ആശ്രയിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലെ കൃത്യമായ വാർത്തകളും വസ്തുതാപരമായ പഠന സാമഗ്രികളും സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒട്ടനവധി മികച്ച കമ്മ്യൂണിറ്റികളും ഇതിലുണ്ട്. ഒരു നാണയത്തിന് ഇരുവശങ്ങൾ ഉള്ളതുപോലെയാണിതും. ഒരൊറ്റ നിരോധനം കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ഗ്രൂപ്പുകളും തകരുകയാണ് ചെയ്യുന്നത്. ഒരു നല്ല ആശയവിനിമയ ഉപാധിയെ ചിലർ ദുരുപയോഗം ചെയ്തു എന്നതുകൊണ്ട് അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം. ഇന്ത്യയിൽ ഇത്തരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് മേൽ സർക്കാർ കൊണ്ടുവരുന്ന കർശന നിയന്ത്രണങ്ങൾ വരും ദിവസങ്ങളിൽ ടെക് ഫണ്ടുകളെയും വിപണിയെയും എങ്ങനെ സ്വാധീനിക്കുമെന്നും നമ്മൾ ചിന്തിക്കണം. ടെക് റെഗുലേഷൻ പോളിസികൾ കൂടുതൽ ശക്തമാകുന്നത് സാങ്കേതിക മേഖലയിലെ നിക്ഷേപങ്ങളെ ബാധിച്ചേക്കാം. വലിയ ആഗോള നിക്ഷേപകർ ഇന്ത്യയിലെ ഡിജിറ്റൽ വിപണിയെയും ഇവിടുത്തെ നിയന്ത്രണങ്ങളെയും നോക്കിക്കാണുന്ന രീതിയെ ഇത് പൂർണ്ണമായും മാറ്റാൻ സാധ്യതയുണ്ട്. നയങ്ങളിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ വിപണിയിൽ താൽക്കാലികമായ വലിയ അസ്ഥിരത ഉണ്ടാക്കിയേക്കാം. ഡിജിറ്റൽ സ്റ്റാർട്ടപ്പുകൾക്ക് മേൽ ഇത്തരം അപ്രതീക്ഷിത തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവരുടെ വളർച്ചയെയും വിപണി മൂല്യത്തെയും ബാധിക്കും. നമ്മൾ ട്രെൻഡ് ചേസ് ചെയ്യുകയാണോ, ട്രെൻഡ് നമ്മളെ ചേസ് ചെയ്യുകയാണോ? ഈ ഒരു ചോദ്യം ഓരോ ദീർഘകാല ഇൻവെസ്റ്ററും സ്വയം ചോദിക്കേണ്ടതാണ്. ഒരു സാധാരണ മലയാളിയെ സംബന്ധിച്ച് ഇത് വെറും ഒരു മൊബൈൽ ആപ്പ് നിരോധനമല്ല. ഹോം ലോൺ ഉള്ളവർ, കൃത്യമായി EMI അടയ്ക്കുന്നവർ, ചെറുകിട ബിസിനസ് നടത്തുന്നവർ എന്നിവരെയെല്ലാം ഇത് വ്യത്യസ്തമായ രീതികളിൽ ബാധിക്കുന്നുണ്ട്.
വിപണിയിലെ പെട്ടെന്നുള്ള ചലനങ്ങൾ അനുസരിച്ച് തങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ മാറ്റങ്ങൾ വരുത്തുന്ന ട്രേഡർമാർക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ താമസം നേരിടാം. ഇത് അവരുടെ പ്രതിദിന വരുമാനത്തെയും സാമ്പത്തിക സുരക്ഷിതത്തെയും ബാധിച്ചേക്കാം. സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന ഇത്തരം അപ്രതീക്ഷിത മാറ്റങ്ങൾ നമ്മുടെ പോക്കറ്റിനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈ ടെലിഗ്രാം നിരോധനം എന്നത് കേവലം പരീക്ഷാ സുരക്ഷയിലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പിലോ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ ഇത്തരം അടിയന്തര നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിന്റെ മറുവശത്ത് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ നിത്യജീവിതവും ബിസിനസ്സും വിപണിയിലെ വിനിമയങ്ങളും നിശ്ചലമാകുന്നുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത്. ഡിജിറ്റൽ യുഗത്തിൽ സാങ്കേതിക വിദ്യ ഒരു അനുഗ്രഹമാണ്, പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. തട്ടിപ്പുകാർ കെണിയൊരുക്കുന്ന അജ്ഞാത ഗ്രൂപ്പുകളിൽ വീഴാതെ സ്വന്തം പണത്തെയും നിക്ഷേപങ്ങളെയും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിച്ചേ മതിയാകും. അതേസമയം തന്നെ ഇത്തരം പെട്ടെന്നുള്ള നിയന്ത്രണങ്ങൾ നമ്മുടെ സ്റ്റാർട്ടപ്പുകളെയും ഡിജിറ്റൽ വിപണിയെയും ദീർഘകാല അടിസ്ഥാനത്തിൽ എങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യ മാറിമറിയാം, നയങ്ങൾ പുതുക്കപ്പെടാം. ഡിജിറ്റൽ ലോകത്തെ ഈ മാറ്റങ്ങളെ കേവലം ഒരു വാർത്തയായി കാണാതെ കൂടുതൽ വിവേകത്തോടെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം.